ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. പഞ്ചാബ് കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. നമ്മൾ ഏറെ കാത്തിരുന്ന IPL പ്ലേ ഓഫ് മത്സരങ്ങളിൽ നിന്ന് തുടങ്ങിയാണ്. അപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പഞ്ചാബ് കിങ്സും രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് ഇന്ന് ക്വാളിഫയർ 1 ഏറ്റുമുട്ടുന്നത്. ഇന്ന് ജയിക്കുന്ന ടീം ഡയറക്റ്റ് ഫൈനലിലേക്ക് പോകും. തോൽക്കുന്ന ടീം എലിമിനേറ്റർ ഉണ്ടല്ലോ, GT വേഴ്സസ് മുംബൈ, ആ എലിമിനേറ്റർ ജയിച്ചെന്ന ടീമുമായിട്ട് ക്വാളിഫയർ 2 കളിക്കും. ആ ക്വാളിഫയർ 2 വിന്നർ ആയിരിക്കും ഇന്നത്തെ മത്സരത്തിലെ വിജയിയെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ നേരിടുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് ടീമുകളുടെ ആ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാനതകൾ കാണാൻ സാധിക്കും. ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2014 ശേഷം ആദ്യമായിട്ടാണ് അവർ പ്ലേ ഓഫിൽ കടക്കുന്നത്. 2014 സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. അത് ജോർജ് ബെയിലിയുടെ നേതൃത്വത്തിൽ ആ സീസണിൽ പഞ്ചാബ് കിങ്സ് ഫൈനൽ വരെ എത്തി. അന്ന് പഞ്ചാബ് കിങ്സ് എന്നായിരുന്നില്ല, കിങ്സ് ഇലവൻ പഞ്ചാബ് എന്നായിരുന്നു അതിന്റെ ടീമിന്റെ പേര്. അപ്പോൾ ആ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സ് ആരാധകർക്ക് ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു സീസൺ ആയിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പ്ലേ ഓഫിൽ വീരേന്ദർ സെവാഗിന്റെ സെഞ്ചുറി അത്തരത്തിലൊന്നാണ്. അതുപോലെ ഫൈനൽ വന്നു കഴിഞ്ഞപ്പോൾ ഋദ്ധിമാൻ സാഹയുടെ മികവിൽ ആദ്യം ബാറ്റ് ചെയ്ത കിങ്സ് ഇലവൻ പഞ്ചാബ് നല്ലൊരു സ്കോർ പോസ്റ്റ് ചെയ്തതാണ്. എന്നാൽ ആ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ മനീഷ് പാണ്ഡെയുടെ ഒക്കെ ഒരു മികവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആ ഒരു സ്കോർ ചേസ് ചെയ്യുകയും കിരീടം ഉയർത്തുകയും ചെയ്തു. അത് പഞ്ചാബ് ആരാധകരെ സംബന്ധിച്ച് ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. കാരണം ഒരു ഫസ്റ്റ് ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു മുൻതൂക്കം കിങ്സ് ഇലവൻ പഞ്ചാബിനെ പ്രവചിച്ചിരുന്നു. ആ സീസണിന് ശേഷം ഒരു തവണ പോലും പ്ലേ ഓഫിൽ കടക്കാൻ പഞ്ചാബ് കിങ്സിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ശ്രേയസ് അയ്യറിന് കീഴിലാണ് അവർ വീണ്ടും പ്ലേ ഓഫിൽ എത്തിയിരിക്കുന്നത്. ക്വാളിഫയർ 1 തന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫൈനലിലേക്ക് 2 തവണ അവർക്ക് ഒരു ചാൻസ് ഉണ്ട്. ഇന്ന് തോറ്റു കഴിഞ്ഞാലും ക്വാളിഫയർ 2 അവർക്കുണ്ട്. അപ്പോൾ ഫൈനൽ കയറാൻ നല്ല സാധ്യതയുള്ള ടീം തന്നെയാണ് പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ ഓഫ് വൈസ് ഇപ്പോൾ അവർ ഒരു കൺസിസ്റ്റൻസി പുലർത്തുന്ന ടീമാണ്. കഴിഞ്ഞ 6 സീസണുകളിൽ 5 തവണയും പ്ലേ ഓഫിൽ എത്താൻ അവർക്കായി. പക്ഷേ ഇവർക്ക് ആ ഒരു ടോപ്പ് 2 അതായത് ഫൈനലിൽ കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതേവരെ അവർ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എലിമിനേറ്ററിൽ പുറത്താവും അല്ലെങ്കിൽ ക്വാളിഫയർ 2 പുറത്താവും. അങ്ങനെയാണ് ഈ സീസണുകളിലെല്ലാം സംഭവിച്ചിരിക്കുന്നത്. 2016 ശേഷം ഫൈനലിൽ എത്താൻ RCBക്ക് കഴിഞ്ഞില്ല. 2016 സീസണിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ 2014 പഞ്ചാബ് കിങ്സിന് എങ്ങനെ പറഞ്ഞു, അതിനേക്കാൾ ഒരു പടി കൂടി കടന്നൊരു ഹാർട്ട് ബ്രേക്ക് ആണ് RCB ആരാധകർക്ക്. കാരണം വിരാട് കോഹ്ലിയുടെ ഒരു ഡ്രീം സീസൺ 973 റൺസ് പോലെ പിന്നീട് ഇതേവരെ ആരും ടച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു ടെറിട്ടറിയിലായിരുന്നു വിരാട് കോഹ്ലിയുടെ ആ സീസണിലെ ബാറ്റിംഗ്. പിന്നെ ഫൈനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ഫൈനൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സിനെ വളരെ നന്നായിട്ട് റെസ്ട്രിക്ട് ചെയ്തതാണ്. എന്നാൽ അവസാനം ബെൻ ഗട്ടിങ്ങിന്റെ ആ ഒരു ബ്ലിറ്റ്സ് വന്നു, അവർ നല്ലൊരു സ്കോറിലെത്തി. എങ്കിലും RCB വളരെ നന്നായിട്ടാണ് തുടങ്ങിയത്. ക്രിസ് ഗെയിലും വിരാട് കോഹ്ലിയും ചേർന്ന് മികച്ചൊരു തുടക്കം സമ്മാനിച്ചു. ആദ്യ 10 ഓവർ കഴിഞ്ഞപ്പോഴേക്കും RCB തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് തോന്നി. പിന്നീട് സൺറൈസേഴ്സ് തുടർച്ചയായ വിക്കറ്റുകളോടെ മത്സരത്തിലേക്ക് തിരികെ വന്നു. അങ്ങനെ വെറും 8 റൺസിന് സൺറൈസേഴ്സ് വിജയിക്കുകയും ചെയ്തു. ഞാനൊരു RCB ഫാനാണെന്ന് എൻ്റെ പല വീഡിയോകളും കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അതിനുശേഷം അതുപോലൊരു വിഷമം RCBയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരു ഒരു വിഷമം തന്നൊരു സീസൺ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചാബ് ആയാലും ബാംഗ്ലൂർ ആയാലും തുല്യ ദുഃഖിതരാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 ടീമുകൾ വരുമ്പോൾ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ഫിക്സർ കൂടിയാണിത്. കാരണം ഈ 2 ടീമുകൾ, കപ്പില്ലാത്ത ഈ 2 ടീമുകളിൽ ഒരു ടീം എന്തായാലും ഫൈനലിൽ എത്തുന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കാദ്യം പഞ്ചാബ് കിങ്സിന്റെ കാര്യം തന്നെ നോക്കാം. പഞ്ചാബ് കിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അൺക്യാപ്ഡ് പ്ലേയേഴ്സിന്റെ ബലത്തിൽ മുന്നോട്ട് പോകുന്ന ടീമാണ്. ഇപ്പോൾ അവരുടെ ടോപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾഡ് ആണ്. പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ്, ശ്രേയസ് അയ്യർ. ഇതിൽ ആദ്യത്തെ 2 പേരും അൺക്യാപ്ഡ് ആണ്. ഇവർ 2 പേരും വളരെ നല്ല രീതിയിൽ ഒരു ഹൈ സ്ട്രൈക്ക് റേറ്റിൽ ഒരു സ്റ്റാർട്ട് പഞ്ചാബ് കിങ്സിന് ഒരു സ്റ്റാർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മത്സരം മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള മത്സരത്തിൽ പ്രിയാൻഷ് ആര്യയൊക്കെ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഇന്നിംഗ്സ് ആണ് കളിച്ചത്. ഒരു കമ്മിങ് ഓഫ് ഏജ് ഇന്നിംഗ്സ് ആണ്. ഇപ്പോൾ പ്രായക്കുറവാണ്, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല. എങ്കിലും ഒരു മെച്ചുവേർഡ് പ്ലെയർ എങ്ങനെ കളിക്കുന്നു ആ രീതിയിലാണ് പ്രിയാൻഷ് ആര്യ ഇന്നിംഗ്സിനെ സമീപിച്ചത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നെഹാൽ വധേരയുടെ കാര്യം പറഞ്ഞാൽ നെഹാൽ വധേര നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് വേണ്ട രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രേയസ് അയ്യറിന്റെ കാര്യം പറയണ്ടല്ലോ, ശ്രേയസ് അയ്യറാണ് ഇവരുടെ ഒരു ഏറ്റവും മികച്ച ബാറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാവുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ നമ്പർ 3 പൊസിഷനിൽ അയ്യറിന് പകരം ജോഷ് ഇംഗ്ലിസ് ആണ് ഇറങ്ങുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ തൻ്റെ IPL കരിയറിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ ജോഷ് ഇംഗ്ലിസ് കാഴ്ചവെച്ചത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ബൗണ്ടറികൾ കണ്ടെത്താനും ടീമിനെ വിജയത്തിൽ എത്തിക്കാനും ഇംഗ്ലിസ് തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു ബാറ്റിംഗ് സ്ട്രെങ്തിൽ കുതിക്കുന്ന ടീമാണ്. ഇനി ബൗളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അർഷദീപ് സിംഗ് വിക്കറ്റ് കണ്ടെത്തുന്നുണ്ട്. ചില മത്സരങ്ങളിൽ എക്സ്പെൻസീവ് ആയെങ്കിലും നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചഹൽ ഇഞ്ചുറി ആയിരുന്നു, ചഹൽ ഇഞ്ചുറിക്ക് ശേഷം തിരികെ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ടീമിൽ ഒരു ചെറിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് യാൻസൺ ഇനിയില്ല. മാർക്ക് യാൻസൺ തിരികെ സൗത്ത് ആഫ്രിക്ക ടീമിൽ ജോയിൻ ചെയ്തു. അപ്പോൾ യാൻസൺ ഇന്ന് കളിക്കില്ല. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിന്റെ അവസാനം റിക്കി പോണ്ടിങ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാൻസന് പകരം അവർ കൈൽ ജെയിംസിനെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4 റൺ സ്ലോട്ട് വേക്കൻ്റ് ആവുമല്ലോ. ആ ഒരു സ്ലോട്ടിലേക്ക് അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്വാപ്പ് ഉള്ളത് അസ്മത്തുള്ള ഒമർസായി ആണ്. കാരണം യാൻസൺ എന്ന് പറയുന്നത് അറിയാലോ, ബാറ്റിംഗിലും കഴിവുള്ള പ്ലെയർ ആണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ സേവിയർ ബാട്ട്ലെറ്റ് ആണ്. ഇപ്പോൾ ബാട്ട്ലെറ്റിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് കിട്ടില്ല. ബോളിംഗ് കുഴപ്പമില്ല, പക്ഷേ ബാറ്റിംഗ് സ്ട്രെങ്ത് കിട്ടില്ല.
എങ്കിലും ഇപ്പോൾ ബോളിംഗ് ആയാലും യാൻസന് പകരം വെക്കാനുള്ള ഒരു താരമല്ല ഇപ്പോൾ ബാട്ട്ലറ്റ് ആയാലും അസ്മത്തുള്ള അമർസായി ആയാലും. അപ്പോൾ അതാണ് അവരുടെ ആ ഒരു ടീമിലുള്ള ഒരു ചെറിയ കൺസേൺ എന്ന് പറയുന്നത്. പിന്നെ ചഹൽ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കളിച്ചിട്ടില്ല, ഇന്ന് ഫിറ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തിരികെ എത്തും. ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം തിരികെ എത്തുമ്പോൾ ഒരു റിസ്റ്റ് ഇഞ്ചുറിയാണ്, പ്രത്യേകിച്ച് ഒരു ലെഗ് സ്പിൻ ബോളറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്റ്റ് ഇഞ്ചുറിക്ക് ശേഷം വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ചഹൽ പെർഫോം ചെയ്യുക എന്നത് കാത്തിരുന്ന് കാണാം. ഇനി നമുക്ക് RCBയുടെ സൈഡിലേക്ക് പോകാം. RCBയുടെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ബൂസ്റ്റ് എന്ന് പറയുന്നത് ജോഷ് ഹേസൽവുഡ് ഇന്ന് കളിക്കും. അപ്പോൾ അറിയാമല്ലോ, അപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ജോഷ് ഹേസൽവുഡിന്റെ അഭാവം നമ്മൾ നന്നായിട്ട് കണ്ടതാണ്. ഈ സീസണിലെ RCBയുടെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് ഹേസൽവുഡ്. ഇപ്പോൾ കളിച്ച മത്സരങ്ങളിൽ നിന്നായിട്ട് 18 വിക്കറ്റുകൾ ഹേസൽവുഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കോണമി ആയാലും ഒരു സ്ട്രൈക്ക് റേറ്റ് ആയാലും ഏറ്റവും ബെസ്റ്റ് ആണ് RCBയെ സംബന്ധിച്ച്. അപ്പോൾ അതൊരു ബിഗ് ബൂസ്റ്റ് ആണ്. എന്നാൽ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ മാർക്ക് യാൻസൺ സൗത്ത് ആഫ്രിക്ക ക്യാമ്പിൽ ജോയിൻ ചെയ്തത് പോലും ഇല്ലെങ്കിൽ ഇവിടെ ടിം ഡേവിഡ് കളിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ടിം ഡേവിഡിന്റെ ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു മത്സരത്തിന്റെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു, ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിക്കവർ ആവുന്ന ഒരു ഇഞ്ചുറി അല്ല, ഇത്തിരി സമയം എടുക്കുന്ന ഒരു ഇഞ്ചുറിയാണ് ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ ടിം ഡേവിഡ് ഇന്നും കളിക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതാണ് അവരുടെ ആ ടീമിലെ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫോമിലേക്ക് വരുമ്പോൾ അറിയാലോ, വിരാട് കോഹ്ലി ഈ സീസണിൽ ഓൾറെഡി 8 വിക്കറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞു. ഓൾറെഡി 600+ റൺസ് ഈ സീസണിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞു. തുടർച്ചയായിട്ട് 3ാം സീസണിലും വിരാട് അങ്ങനെ ഒരു 600+ കണ്ടെത്തിയിരിക്കുകയാണ്. ടോപ്പ് ഫോമിലാണ്. ഇപ്പം നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ 180 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. ഫിൽ സോൾട്ട് പിന്നെ അറിയാലോ, ഒരു ഹൈ റിസ്ക് പ്ലെയർ ആണ്, ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന പ്ലെയർ ആണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു തുടക്കം നൽകി. ഇപ്പോൾ 5 മത്സരത്തിൽ 3 മത്സരമേ കളിച്ചുള്ളൂവെങ്കിലും ആ കളിക്കുന്ന 3 മത്സരം ടീമിനെ വിജയത്തിൽ എത്തിക്കാൻ വേണ്ട ഒരു ഇമ്പാക്ട് തുടക്കം തന്നെ സോൾട്ട് നൽകും. പിന്നീട് 1 ഡൗണിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പട്ടിദാറാണ് വന്നത്. പട്ടിദാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോമിലല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് വന്നതും. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം ടച്ചിലാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ബാറ്റ് ചെയ്തത്. ആ ഒരു നോ ലുക്ക് 6 കണ്ടാലൊക്കെ അറിയാം, ഒരു ബാറ്റർ ടച്ചിലാവുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ടച്ചിലാവട്ടെ, നന്നായിട്ട് കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് മയങ്ക് അഗർവാളും കഴിഞ്ഞ മത്സരത്തിൽ ഒരു അണ്ടർ റേറ്റഡ് ഇന്നിംഗ്സ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ ജിതേഷ് ശർമ്മ, അതിനെക്കുറിച്ച് ഞാൻ ഈ പറയേണ്ട കാര്യമില്ല. ഒരു വൺ ഓഫ് എ ലൈഫ് ടൈം നോക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ ജിതേഷിൽ നിന്ന് കണ്ടത്. പിന്നെ ഒരു വീക്ക് ലിങ്ക് ഉള്ളത് ലിയാം ലിവിങ്സ്റ്റൺ ആണ്. അറിയാലോ, കഴിഞ്ഞ മത്സരത്തിൽ ഗോൾഡൻ ഡക്ക് പോയി, പന്തെറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മത്സരത്തിൽ ഡേവിഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ലിവിങ്സ്റ്റൺ തന്നെ കളിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ ലിവിങ്സ്റ്റണിനെ മാറ്റിയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടിം സേഫ്ഡിനെ കൊണ്ടുവരാം. അവിടെ ഒരു ബോളിംഗ് ഇത് കിട്ടില്ലെങ്കിലും ഒരു ബാറ്ററായ ടിം സേഫ്ഡിനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ബാറ്ററെ കൊണ്ടുവന്നിട്ട് അവർക്ക് ന്യൂവാൻ തുഷാരയും ഹേസൽവുഡിനെ ഒരുമിച്ച് കളിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പ്ലേ ഓഫ് ആണ്. അപ്പോൾ ഇതേവരെ ഈ കോമ്പിനേഷനിൽ ചെയ്യാത്തൊരു കാര്യം ഇന്നത്തെ മത്സരത്തിൽ അവർ ചെയ്യുമോ, അതിന് സാധ്യത കുറവാണെന്നതാണ് എൻ്റെ ആ ഒരു ആഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. എൻ്റെ എന്നല്ല, ഇന്നത്തെ ലൈവിൽ പലരും പറഞ്ഞൊരു പോയിന്റ് ആണിത്. ഇപ്പോൾ 2 പേസ് ബോളർമാരെ ഒരുമിച്ച് കളിപ്പിച്ചൂടെ എന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു പോയിന്റിൽ അവരതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പിന്നീട് നമ്മൾ ബോളിംഗിലേക്ക് വന്നാൽ ഭുവി ആയാലും ഇപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒരു കൺസേൺ ആണ്, ഒരു ഏരിയ ഓഫ് കൺസേൺ ആണ് തീർച്ചയായിട്ടും. ഭുവിയൊക്കെ തൻ്റെ ഒരു പഴയ ഫോമിലേക്ക് എത്തേണ്ടത് RCBയുടെ ആവശ്യമാണ്. പിന്നീട് അവരുടെ സ്പിന്നേഴ്സ് കൃണാൽ പാണ്ഡ്യ ആയാലും സുരേഷ് ശർമ്മ ആയാലും കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അടി വാങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും അവരും ആ ഒരു ട്രാക്കിലേക്ക് തിരികെ എത്താൻ RCB ആഗ്രഹിക്കും. പിന്നെ യഷ്ദേലിന്റെ കാര്യമാണ്, യഷ്ദേലിനെ അവർ റീപ്ലേസ് ചെയ്യില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും RCB മാനേജ്മെന്റ് യഷ്ദേലിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം അവർ അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ സാധ്യത കാണുന്നില്ല. പിന്നെ പറയാൻ വിട്ടുപോയൊരു പേരെന്ന് പറയുന്നത് റൊമാരിയോ ഷെപ്പേർഡ്. ഇപ്പോൾ 2 മത്സരങ്ങളെ ബാറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. ആ ഒരു മത്സരത്തിൽ ആ ഒരു കളിച്ച കളി അറിയാമല്ലോ, ഒരു 14 ബോളിൽ 50 അടിച്ചു. അടുത്ത മത്സരത്തിൽ ഇഷാൻ മലിംഗയുടെ പന്തിൽ ഗോൾഡൻ ഡക്ക് പോയി. അത് ജസ്റ്റ് ഒരു ടൈമിങ്ങിൻ്റെ ഇഷ്യൂ, അത് ബാറ്റ് വെച്ച സമയം ഇത്തിരി ഡിലേ ആയിപ്പോയി, അതുകൊണ്ട് ഔട്ടായി. അപ്പോൾ അത് പുള്ളിയുടെ ഫോമിനെ ഗോ ചെയ്യേണ്ട കാര്യമില്ല. ഒരു പവർ ഹിറ്ററാണ്. ബാറ്റിൽ ചിലപ്പോൾ മിസ് ഹിറ്റ് ആയിട്ട് കൊണ്ടാലും 6 പോയിന്റ് സാധ്യതയുള്ള താരമാണ് റൊമാരിയോ ഷെപ്പേർഡ്. അപ്പോൾ ടിം ഡേവിഡ് ഇല്ലാത്ത സ്ഥിതിക്ക് റൊമാരിയോ ഷെപ്പേർഡിനായിരിക്കും ആ ഒരു ഫിനിഷിങ്ങിന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് RCBയുടെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊന്നും ഒരു 200 വന്ന ഒരു സ്റ്റേഡിയം അല്ല മുള്ളൻപൂർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ അല്പം മാറി മറിഞ്ഞിട്ടുണ്ട്. ഇതേവരെ 4 മത്സരങ്ങളാണ് മുള്ളൻപൂരിൽ നടന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്നായിട്ട് 3 തവണയാണ് സ്കോർ 200 കടന്നത്. എന്നാൽ അതിനുശേഷം നടന്ന മത്സരങ്ങളിൽ ഒരു 111, 95 ഓൾ ഔട്ട്. നമുക്കറിയാലോ, ഒരു കൊൽക്കത്ത പഞ്ചാബ് മത്സരം, ആ ഒരു 111 പഞ്ചാബ് ഡിഫെൻഡ് ചെയ്തു. അതിനുശേഷം 20 ഓവറിൽ ഒരു 157 റൺസ്, അങ്ങനെ ഒരു 3 മിഡിലിംഗ് സ്കോർസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ, ഇപ്പോൾ ഒരു ആവറേജ് ടോട്ടൽ എന്ന് പറയുന്നത് 173 ആണ്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേഡിയങ്ങളെ സംബന്ധിച്ചിട്ട് അത്ര ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ അല്ല ഇത്. പിന്നെ ഈ സീസണിൽ ഇവിടെ നടന്ന 4 മത്സരങ്ങളിലും 3 മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചത്. അപ്പോൾ ക്വാളിഫയർ 1 ഒരു ആഡഡ് പ്രഷർ കൂടി വരുമ്പോൾ ഇവിടെ ടോസ് നേടുന്ന ടീം ബാറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ വന്നാലും, സാധാരണ ട്രെൻഡിന് വിപരീതമായിട്ട് ആദ്യം ബാറ്റ് ചെയ്താലും അതിൽ അതിശയിക്കപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
ഇനി നമ്മൾ ഒരു പ്രെഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പഞ്ചാബ് കിങ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ആൻസൺ കാണില്ല, പകരം അവർ അസ്മത്തുള്ള ഒമർ സായി ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. ഇനി അല്ല അവർക്ക് സേവിയർ ബാട്ട്ലെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. ബാറ്റിംഗ് കൂടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒമർ സായി തന്നെയായിരിക്കും വരിക. പിന്നീട് യുസവേന്ദ്ര ചഹൽ പരിക്കിന് ശേഷം ടീമിലേക്ക് തിരികെ എത്താൻ സാധ്യതയുണ്ട്. ഇനി ആർ സി ബിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹേസൽവുഡ് തിരികെ എത്തും. അപ്പോൾ നുവാൻ തുഷാരെ ആയിരിക്കും മിക്കവാറും പോവുക. കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ കൂടി നുവാൻ തുഷാരെ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യത അധികമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ടിം ഡേവിഡ് ഇല്ലെങ്കിൽ തുഷാരെയും ഹേസൽവുഡിനെ ഒരുമിച്ച് കളിപ്പിക്കണം എന്നാണ്. പകരം നമുക്കൊരു ഇന്ത്യൻ ബാറ്ററെ കൊണ്ടുവന്നിട്ട്, പക്ഷേ അത് എത്രത്തോളം നടക്കും എന്നറിയില്ല. പ്രത്യേകിച്ച് ഈ ഒരു ക്രൂഷ്യൽ ടൈമിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കോമ്പിനേഷനിലുള്ള ചേഞ്ച് അവർ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ഇനി അങ്ങനെ അവർ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ലിവിങ്സ്റ്റോണിന് പകരം ടിം സേഫ്റ്റിനെ കൊണ്ടുവരുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം ലിവിങ്സ്റ്റോൺ അങ്ങനെ ആ ഒരു പ്ലേസിന് വൃത്തിയായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഈ സീസണിൽ പുറത്തെടുത്തിട്ടില്ല. അതെന്തായാലും കാത്തിരുന്ന് കാണണം. പിന്നെ ലിവിങ്സ്റ്റോണിന്റെ ലെഗ് സ്പിന്നിന് വേണ്ടിയിട്ട് ലിവിങ്സ്റ്റോണിനെ വീണ്ടും ടീമിൽ ഇടുമോ എന്നുള്ള കാര്യവും നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നൊരു ബാറ്റിലാണ് ഫിൽ സോൾട്ട് വേഴ്സസ് അർഷദീപ് സിംഗ്. ഇപ്പൊ നമുക്കറിയാലോ ഫിൽ സോൾട്ട് ഒരു ഹൈ റിസ്ക് ഗെയിം പ്ലെയർ ആണ്, അതുപോലെ തന്നെ ഹൈ ഇമ്പാക്റ്റ് ആണ് ഫിൽ സോൾട്ടിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടാകുന്നത്. എന്നാൽ അർഷദീപിന് ഫിൽ സോൾട്ടിനെതിരെ നല്ലൊരു റെക്കോർഡുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആ ഒരു കോൺടെസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഫിൽ സോൾട്ടിന്റെ പാർട്ണർ ആയിട്ടുള്ള വിരാട് കോഹ്ലിക്ക് നമ്മുടെ അർഷദീപിനെതിരെ നല്ല റെക്കോർഡാണുള്ളത്. അത് നന്നായിട്ട് അർഷദീപിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വിരാട് കോഹ്ലി. അപ്പോൾ ഒരു സൈഡിൽ ഒരു പ്ലെയറിനെതിരെ നല്ല റെക്കോർഡും ഒരു പ്ലെയറിനെതിരെ ബാഡ് റെക്കോർഡുമാണ് അർഷദീപിനുള്ളത്. അപ്പോൾ ആ ഒരു ബാറ്റിൽ എങ്ങനെ വരും നമ്മുടെ ആർ സി ബി ഓപ്പണേഴ്സ് വേഴ്സസ് അർഷദീപ് എങ്ങനെ വരും എന്നുള്ള കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കുറച്ച് സ്റ്റാറ്റ്സ് ഒക്കെ പറയാനായിട്ടാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ശ്രേയസ് അയ്യറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ 500+ റൺസ് സ്കോർ ചെയ്ത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഇന്ത്യൻ ബാറ്ററാണ് ശ്രേയസ് അയ്യർ. അതിന് മുകളിൽ നിക്കോളാസ് പുറാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ആർ സി ബിക്കെതിരെയുള്ള ഫോം വന്നു കഴിഞ്ഞാൽ ശ്രേയസിന് അത്ര നല്ല ഫോമല്ല. ഈ സീസണിൽ 2 മത്സരങ്ങളിലും സിംഗിൾ ഡിജിറ്റ് സ്കോറിന് പുറത്തായി. അതുപോലെ തന്നെ ഹേസൽവുഡിനൊക്കെ ശ്രേയസ് അയ്യറിനെതിരെ നല്ല റെക്കോർഡാണുള്ളത്. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയ്ക്കും ശ്രേയസിനെതിരെ നല്ല റെക്കോർഡാണുള്ളത്. അങ്ങനെ ഈ മത്സരത്തെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കുറേ മാച്ചപ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് ദൂരം എന്ന് തന്നെ ഒരു നല്ലൊരു ത്രില്ലർ മത്സരമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് ആരായിരിക്കും വിജയിക്കുക? പഞ്ചാബ് കിങ്സോ അതോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.